മീനച്ചില്ലാറിൻ്റെ തീരത്താണ് നമ്മുടെ ആട് വളർത്തലുള്ളത്. ഇത് ഈ കാണുന്ന ആറാണ് മീനച്ചില്ലാറ്. മീനച്ചില്ലാറല്ലേ? ശരിക്കും ഇപ്പൊ ഈ പ്രളയ സമയത്തൊക്കെ വെള്ളം കയറിയായിരുന്നല്ലേ? അയ്യോ, വെള്ളം കയറിയെന്ന് ഇപ്പൊ ഈ ശാന്തമായിട്ട് കിടക്കുന്ന ഒന്നും കണക്കാക്കണ്ട. ഇത് അങ്ങ് വരെയും വെള്ളം കയറിയതാ. നമ്മുടെ ആട്ടുംകൂട് മേളിലല്ലേ? ആട്ടുംകൂട് അവിടെ വരെ വെള്ളം കയറിയതല്ലേ? അവിടെ വരെയും വെള്ളം കയറി വന്നു. മുകളിൽ കാണുന്നതാണ് ആട്ടുംകൂട്. അവിടെ വരെ വെള്ളം കയറി. അവിടെ വരെയും വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് വേണ്ട ഇതിപ്പം ഒറിജിനൽ ബ്രീഡുകളെ ഇപ്പം നമുക്കുണ്ട്. സിരോഹിയുടെ ഒറിജിനൽ ഉണ്ട് അല്ലേ? ഉണ്ട്. പർപ്പസാരി ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മീനച്ചിൽ ആറിൻ്റെ തീരത്ത് നീണ്ട 13 വർഷക്കാലം കൊണ്ട് ആടുകളെ വളർത്തുന്നതാണ് ഒരു വീട്ടമ്മ, ശ്രീലേഖ ചേച്ചി. അപ്പോൾ ഇവിടുത്തെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ആടുകളൊക്കെ ഉണ്ട്, സിരോഹി ബ്രീഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ആട് വളർത്തലിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത്. ഒരുപാട് പേർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന നല്ലൊരു കർഷകയാണ് ശ്രീലേഖ ചേച്ചി. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട്, കാർഷിക അറിവുകൾ കൂടുതൽ കാണാനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം. അപ്പം നേരെ വീഡിയോയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് ശ്രീലേഖ. ഞാൻ കോട്ടയം നട്ടാശ്ശേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മീനച്ചില്ലാറിൻ്റെ കരയിൽ ഇവിടെ ഇപ്പോൾ ഒരു 10-12 വർഷത്തിന് മേളിലായിട്ട് നമ്മളിവിടെ ആട് വളർത്തൽ നടത്തുന്നുണ്ട്. പിന്നെ അതിനു മുമ്പ് നമുക്ക് പരിചയമുണ്ട്. നേരത്തെ കുഞ്ഞുനാളിലൊക്കെ ആടുണ്ടായിരുന്നു. എന്നാലും അടുപ്പിച്ച് ഇത്ര നാളായിട്ട് നമ്മളിത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇതൊക്കെ സിരോഹിയുടെ ക്രോസ് ബ്രീഡ് ആടുകളാണ് ഇവരൊക്കെ വരുന്നത്. അപ്പം ഇതിനെയൊക്കെ ആദ്യം നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നതെല്ലാം ക്രോസ് ബ്രീഡായിരുന്നു ഇതിന് മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് അതിലായിരുന്നു ഒരു ഭയങ്കരമായ വിശ്വാസം. കാരണം ഏത് കാലാവസ്ഥയെ അതിജീവിക്കും, പിന്നെ നമ്മളോട് ഇണങ്ങിപ്പോകും, തീറ്റ പ്രശ്നം അങ്ങനെയൊക്കെ നോക്കി. പക്ഷേ ഇപ്പം നമ്മൾ മാറ്റി ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ച് ഇപ്പം നമുക്ക് വേണ്ട ഇതിപ്പം ഒറിജിനൽ ബ്രീഡുകളെ ഇപ്പം നമുക്കുണ്ട്. സിരോഹിയുടെ ഒറിജിനൽ ഉണ്ട്. ഉണ്ട്. പർപ്പസാരി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പക്ഷേ ഇപ്പം നമുക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ മറ്റേ ആടുകളെക്കാളും നന്നായിട്ട് ഇണങ്ങി. എനിക്ക് തോന്നുന്നു ഇച്ചിരിയും കൂടെ കുസൃതിയൊക്കെ കുറവ് ഇവർക്കാന്ന് തോന്നുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഇണങ്ങി നടക്കുകയും ചെയ്യും. നമ്മുടെ എല്ലാ തീറ്റയായിട്ട് പൊരുത്തപ്പെടുകയും ചെയ്യും. പർപ്പസാരി ഉണ്ട്. അപ്പോൾ ഇവര് വളരെ ശാന്തരാ. ഇവര് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല. നമ്മുടെ കൂടെ നടന്നോളൂ. ഇവര് വഴക്കുമില്ല. ഏത് തീറ്റ നമ്മൾ കൊടുക്കുന്ന തീറ്റകളെല്ലാം കഴിക്കുന്നുമുണ്ട്. അതൊക്കെയായിരുന്നു നമുക്ക് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ. ഇത് എടുത്ത ഇത് 2 സിരോഹി മെയില്. ഇത് ഫീമെയിൽ. അപ്പോൾ ക്രോസ് ബ്രീഡ് എന്തുകൊണ്ട് നല്ലതാണല്ലേ? ക്രോസ് ബ്രീഡിന് നമുക്ക് അനുഭവം വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ അസുഖങ്ങളൊക്കെ കുറവായിരുന്നു. ഇവിടെ എല്ലാ തീറ്റയും കഴിക്കും. അങ്ങനെയുള്ള ഇതൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ക്രോസ് ബ്രീഡിൽ കൂടുതലും പോയത്. പക്ഷേ ഇപ്പം പക്ഷെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വില വരുമ്പോഴാണ് ഒറിജിനൽ ബ്രീഡിന് വരുമ്പം നമുക്ക് മുതലാകുന്ന വിലക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വാങ്ങിച്ച് ഒരു വിലയും അത് കഴിഞ്ഞ് നമ്മുടെ ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പം മറ്റ് നാടനാടുകളെയും മലബാറിയൊക്കെ വിൽക്കുന്നതിനെക്കാട്ടി പ്രയോജനം നമുക്ക് ബ്രീഡിനെ കൊടുക്കുമ്പോഴല്ലേ? പ്യുവർ ബ്രീഡിനെ നമുക്ക് വളർത്തി കുട്ടികളാവുകയാണെങ്കിൽ വളർത്തുന്നവർക്ക് സുഖമാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില ഒറ്റയടിക്ക് കിട്ടും. മറ്റേതിന് അപ്പം എടുക്കുന്നവരെല്ലാരും പറ്റും വാങ്ങണമെന്നുമില്ല. അതിനോട് താല്പര്യമുള്ളവർ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരും മാത്രമേ ഉള്ളൂ. ഓടി നടക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഓടി നടക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ ഒന്നും നട്ടുപിടിപ്പിച്ചാൽ കാണത്തില്ലെന്നേ ഉള്ളൂ. ഇതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം കയറി വെച്ച് ഇപ്പൊ ഈ പ്ലാവ് വളർന്നിരിക്കുന്ന ഇല ഇവിടെ കിടന്നാലും ഇതിന്റെ മേളിലായിരിക്കും അവരുടെ കണ്ണ്. ചേച്ചി എത്ര മാസം ആകുമ്പോഴാണ് ഇവിടുന്ന് ആടുകളെ കൊടുത്തു തുടങ്ങുന്നത്? നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടികളെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം 3 മാസം 4 മാസം നമ്മൾ അങ്ങനെ കണക്ക് പറയുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഇതുങ്ങൾ വെള്ളം കൂടി തുടങ്ങി നമുക്ക് പുറത്തോട്ട് കൊടുക്കാൻ പരുവമായി എന്ന് തോന്നുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കാരണം അത്യാവശ്യം നമുക്ക് കൊടുക്കുമ്പോൾ ഒരു വില കിട്ടത്തക്ക വിധമായി കഴിയുമ്പം നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ആൾക്കാർ നമുക്കുണ്ട്, ആവശ്യക്കാരെപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഉള്ള ആടുകളിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് നഷ്ടമാണെന്നോ അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല. ഓരോരുത്തർ വളർത്തുന്ന രീതിയും അതും വെച്ചിട്ട് നമുക്ക് നഷ്ടവും ലാഭവും പറയാൻ പറ്റുള്ളൂ. പിന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന ഒരു വിലയും വാങ്ങിക്കുന്നയാളുടെ വിലയും കൂടെ ചേരുമ്പോഴല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ചേച്ചി പ്രധാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം, വീട്ടമ്മമാർക്ക് ഈ ആട് വളർത്തലുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? വീട്ടമ്മമാർക്ക് ആട് വളർത്തൽ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ താല്പര്യം വേണം. നമുക്കിതിലൊരു പരിചയവും താല്പര്യവും പിന്നെ വീട്ടിലെ ഒരു സപ്പോർട്ടും
അതെ ആ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ മനസ്സുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. പക്ഷേ ചെയ്യുമ്പം വേറൊരു കാര്യം ഓർക്കണം, നമുക്കിപ്പം മറ്റുള്ള ജോലികൾക്ക് പോകുന്ന പോലെ എപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കാനൊന്നും പറ്റത്തില്ല. ഇഷ്ടമുള്ള സമയത്ത് എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അതിനൊക്കെ നമുക്കൊരു ടൈം ലിമിറ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതിനൊക്കെ ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ തിരിച്ചു വരണം. പിന്നെ കുടുംബം എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള യാത്രകളോ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും. അതെ 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 ഇവരുള്ളപ്പോ നമുക്ക് ഇവർക്ക് ആഹാരം കൊടുക്കണോണ്ട് പലയിടത്തും യാത്ര പോകാനൊക്കെ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ഉണ്ട്. കാരണം നമുക്ക് ഒരാളെ വീടാണെങ്കിൽ നമുക്ക് ഒരാളെ ഏൽപ്പിച്ചേച്ച് പോകാം. ഇവരെ ഒന്നും നമുക്ക് അങ്ങനെ പറ്റത്തില്ല. കാരണം ഇവരുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കൈകൾ കൂടിയല്ലേ പോകുന്നത്. അതെ അതെ അതെ. അപ്പം ഇവരുടെ ഒരു ദിവസത്തെ ഒരു പരിപാലന രീതി എങ്ങനെയാ അപ്പൊ ഇവിടെ? ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഞാനൊരു പ്രത്യേക ടൈം വെച്ചല്ല. കാരണം നമ്മളായിരിക്കുമല്ലോ ഇവിടെ ഉള്ളത്. ഞാനും നേരത്തെ അമ്മയുണ്ടായിരുന്നു, എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടായിട്ട് വെള്ളം കൊടുക്കാനും എല്ലാം അമ്മ ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് പോകണമെങ്കിലാണേലും നടക്കുമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കിപ്പം ഒരു വയ്യാഴിക വന്നു. അത് കാരണം അമ്മയ്ക്കിപ്പം ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ തന്നെയുള്ളൂ. ഇപ്പം ഹസ്ബൻഡ് ഇപ്പം പോകുന്നതിന് മുമ്പ് ആടിൻ്റെ വെള്ളമൊക്കെ കൊടുത്ത് വച്ച് ജോലിക്ക് പോകുന്നത്. അത് കഴിയുമ്പം പിന്നെ എനിക്ക് എപ്പം നേരം ഒഴിയുന്നോ ആ നേരം വെച്ച് നമ്മൾ കൂട് തൂത്ത് വരുകയും തീറ്റ രാവിലെ വെള്ളം ഒരു 8 മണിക്ക് മുമ്പായിട്ട് എന്താണെങ്കിലും കൊടുത്തിരിക്കും രാവിലത്തേത്. അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ നേരം പോലെയേ ഉള്ളൂ. പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ കുടി കൊടുക്കുന്നുണ്ട്, പിന്നെ തീറ്റയും കൊടുക്കും. അപ്പോൾ അത് ഒരു ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ സമയങ്ങളിൽ നമുക്കിവിടെ ഒരു ചേട്ടനുണ്ട്, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ആണ്. ആ ചേട്ടൻ വന്ന് നമുക്ക് എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തു തരും. ഇല കൊണ്ടുവരാൻ ഇവിടെ നമുക്ക് വെട്ടി കിട്ടുമ്പം കൊണ്ടുതരാൻ ആൾക്കാരുണ്ട്. പിന്നെ എവിടെയെങ്കിലും കിടക്കുന്നെന്ന് പറഞ്ഞാലും പിന്നെ അവധി ദിവസമൊക്കെയാണ് ഹസ്ബൻഡും ഒക്കെ കൂടെ പോയി എടുത്തോണ്ട് പോകുന്നോളൂ. അപ്പൊ ഈ മീനച്ചിലാറ് നിറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഈ വെള്ളത്തിന്റെ ആട്ടുംകൂട്ടിലോട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടോ? ഉണ്ട്. കാരണം ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം കൂട് വെള്ളത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിനനുസരിച്ച് പൊക്കി. അപ്പം വീണ്ടും വെള്ളം അതിനനുസരിച്ച് പൊങ്ങി പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് ഒരു കർഷകൻ്റെ പരാജയം അവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്. കാരണം നമുക്ക് ഇത് എന്തൊക്കെ ചെയ്താലും വെള്ളം പൊങ്ങിക്കഴിയുമ്പോഴും നമുക്കിതാണ് ബുദ്ധിമുട്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം, നമ്മളെ ബാധിക്കത്തില്ല. കാരണം നടന്നോ ആരെങ്കിലും നമുക്ക് ഇട തരും വീട്ടിലാണേലും. പക്ഷേ ഇവരെ നമ്മൾ എവിടെ കൊണ്ടുപോകും? ഇവരെ ഇവർക്കൊരു തീറ്റ കിട്ടുന്ന കാര്യമോ അതൊന്നും ആരുടെയും പരിഗണനയിലുള്ള കാര്യങ്ങളല്ല. നമ്മൾ മനുഷ്യന് വേണമെങ്കിൽ ആവശ്യം വന്നാൽ എവിടെ നിന്ന് ഓൺലൈനായിട്ട് വേണമെങ്കിലും കിട്ടും. ഇവരുടെ കാര്യം ആകെ വിഷമത്തിലാകും. ആ സമയത്ത് തീറ്റയൊന്നും നമുക്കില്ലെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷെ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ ആ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ പിടിച്ചു നിന്ന് പോയത്. അതായത് അതിനൊരു മനസ്സും കൂടെ വേണം. അതെ അതെ. പിന്നെ ആട് വളർത്തൽ ഇപ്പം ഒറ്റ പ്രസവത്തിൽ 2 കുട്ടികളെയൊക്കെ വെച്ച് കിട്ടുന്നുണ്ടോ? 2 കുട്ടികളെയൊക്കെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാഭകരമാണ്. ഇതിന് സന്തോഷം ലഭിക്കുന്നുണ്ടോ? നമുക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ തീറ്റ ചെലവ് പുറത്തോട്ട് പോകുമ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ലാഭം നമുക്കെന്ന് പറയാൻ പറ്റത്തില്ല. അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല, അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് പോയി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുവാണെങ്കിൽ നമുക്കത് ലാഭം തന്നെയാണ്. അല്ലാത്തപ്പോൾ നമ്മൾ ആരോടും പരാതി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അല്ല ഈ 13 വർഷം കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടായിരിക്കും. കുഴപ്പമില്ലാതെ പോകാം. പിന്നെ നമ്മൾ ഇച്ചിരിയും കൂടെ ശ്രദ്ധിച്ചും ഒക്കെ കൈകാര്യം ചെയ്യണ ഏറ്റവും വിജയകരമായിട്ട് പോകും. കാരണം ഒരു പണ്ട് മുതലേ പറയുന്ന ഒരു കാര്യമല്ലേ, പാവപ്പെട്ടവന്റെ സ്വർണ്ണമാണ് ആടെന്ന്. എപ്പോ വേണേലും വിറ്റ് കാശാക്കാം, വാങ്ങാനും ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആടിന്റെ വില വെച്ച് ഇച്ചിരി ആടിന് നന്നായിട്ട് വില കയറിയിട്ടുണ്ട്. പിന്നെ നേരെ ചൊവ്വേ വളർത്തുന്നവർക്കാണ് ഒരു കുഴപ്പമുണ്ട്. ഒരാടിൽ നിന്ന് അതിന്റെ പാല് കൊടുത്ത കാശാണ്, അതിന്റെ കാഷ്ടം കൊടുത്ത കാശാണ്. അത് ഓരോ സ്ഥലത്തെ ആശ്രയിച്ചിരിക്കും. ചിലയിടത്ത് ആട്ടുംപാലിന് ഡിമാൻഡ് കൂടുതലുള്ളയിടമുണ്ട്, കാഷ്ടത്തിന് ഡിമാൻഡ് ഉള്ളയിടമുണ്ട്. ഇവിടെ കാഷ്ടത്തിനൊന്നും വലിയ ഡിമാൻഡ് വരുന്നില്ല. കാരണം അങ്ങനത്തെ കൃഷിരീതികൾ ഇവിടെ ഇല്ലല്ലോ. ചേച്ചി ഈ ആട് വളർത്തലും മറ്റു കൃഷിയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം എന്താണ്? വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറയുന്നത് താല്പര്യമുള്ള വീട്ടമ്മമാരോടെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ മേഖലയിൽ താല്പര്യവും അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് തൊട്ട് എന്തെങ്കിലും കണ്ടുപരിചയമോ ഉള്ളവരായിരിക്കണം. അല്ലാതെ ഇപ്പം ഒരാൾ അയ്യോ ഇന്ന് ഇതേണ്ട ആ ചേച്ചി ചെയ്യുന്നത് കണ്ടു നാളെ ഞാൻ ചെയ്തേക്കാം എന്ന് വെച്ചാൽ നടക്കത്തില്ല. കാരണം കഷ്ടപ്പാട് കൂടുതലുള്ള ജോലിയാണിത്.
അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് വൃത്തിയായിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട് എന്നെ നോക്കണ്ട. കാരണം നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു ഇതായതുകൊണ്ട് മാത്രമേ ഈ വേഷത്തിലിരിക്കുന്നതെന്നുള്ളൂ. അല്ലാതെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചറിഞ്ഞെന്ന് പോലും വരുകയില്ല. അപ്പം നമുക്ക് പിന്നെ പ്രകൃതിയൊക്കെ ആയിട്ട് നമ്മൾ ഒന്ന് ഇണങ്ങി ജീവിക്കും. ഇപ്പം മക്കൾക്കാണെങ്കിലും ഒരു പരിചയം, അല്ലെങ്കിൽ ഇപ്പോൾ സൂവിലൊക്കെ പോകേണ്ടി വരത്തില്ലേ ഇതിനെയൊക്കെ കാണിച്ചു കൊടുക്കണേലൊക്കെ. അപ്പം വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കും കണ്ടു വളരാം. പിന്നെ നമുക്കൊന്ന് ഇവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഈ സമയം വീട്ടിലാരും ഇല്ലെങ്കിൽ ഇവരോട് നമുക്ക് സംസാരിക്കുകയും ഇപ്പം നമുക്ക് ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടാവുന്നില്ല. പിന്നെ ഒരു കോഴിയൊക്കെ വളർത്തിയാലാണേലും നമുക്ക് ഒരു മുട്ട നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുവോ, പുറത്തോട്ട് കൊടുത്തില്ലെങ്കിലും അവനവൻ്റെ ആവശ്യത്തിനുള്ളതാണേലും എടുക്കാം. ഇപ്പോൾ കടയിലൊക്കെ ചെന്നാൽ തന്നെയാണെങ്കിലും മുട്ട കിട്ടാൻ പാടുണ്ട്. കാരണം കൃത്രിമമായിട്ട് മുട്ട ഉണ്ടാക്കുന്നുണ്ടോ കൃഷി ഒരു അഭിമാനത്തോടു കൂടി ചെയ്യണം അല്ലേ? അപ്പം പലരും വിദ്യാസമ്പന്നരൊക്കെയാണ്, പക്ഷെ കൃഷിയോടൊന്നും താല്പര്യമില്ല. അതങ്ങനെയായി. പക്ഷെ ഇപ്പം കുറേ ട്രെൻഡ് മാറുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വിദ്യാഭ്യാസമുള്ള ഒത്തിരി പേര് ഇതിലേക്ക് ഇറങ്ങുന്നുണ്ട്, അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുമുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ നമ്മളോടാണെങ്കിലും ചോദിക്കും. ഇപ്പം എന്നോടാണെങ്കിലും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഇത്രയും പഠിച്ചിട്ട് എന്തിനാ കൊച്ചേ ഇത് ഇങ്ങനെ നടക്കുന്നത്, എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ജോലിക്ക് പോയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് വീട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോയിച്ച് വൈകുന്നേരം വരുവോ ഒക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ ലാഭം മാത്രമല്ലല്ലോ, നമുക്കൊരു ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗം കൂടെ അല്ലേ, ജീവജാലങ്ങളെയൊക്കെ സംരക്ഷിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് ഇവരോടൊക്കെ ഇടപെടുകയും തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തെ. നമുക്ക് ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതൽ ബാധിക്കാതെ പോകുന്നുണ്ട് എപ്പോഴും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഓടി നടക്കുന്നത് കൊണ്ട്. പിന്നെ വിദ്യാഭ്യാസം ഇതിനൊരു തടസ്സമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏത് ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. നമ്മൾ ഒരാളുടെ മുമ്പിൽ പോയിട്ട് വെറുതെ താ എന്ന് കൈ നീട്ടുമ്പോഴേ ഉള്ളൂ അവിടെ അഭിമാനക്കുറവ് വരുന്നത്. അധ്വാനിച്ച് ജീവിക്കുന്നത് എന്നും നല്ലത് തന്നെയാണ്. വീട്ടമ്മമാർ എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടമുള്ളവർക്ക് ഇറങ്ങാം. നിലവിൽ വിൽപ്പനയ്ക്കായിട്ടുള്ളതൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ടോ? ഇപ്പം നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് അത്യാവശ്യം ആടുകളുണ്ട്. കാരണം നമുക്ക് ഒരുപാടായാലും എൻ്റെ കൂടിൻ്റെ പരിമിതി വെച്ച് എനിക്ക് ഒത്തിരി പേരെ നിർത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ലേ. അപ്പം ഇപ്പം അത്യാവശ്യക്കാരുണ്ടെങ്കിൽ അവരുടെ ആവശ്യവും നമ്മുടെ വിലയൊക്കെ ചേരുന്നതാണെങ്കിൽ കൊടുത്തു പോകാനുള്ള ആടുകൾ ഇപ്പം ഫീമെയിലും ഈ കുട്ടികളും ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഉണ്ട്. അത്യാവശ്യം ഈ ഉള്ളതിൽ നിന്ന് നമുക്ക് കൊടുക്കാനുണ്ട് ഇപ്പോൾ. എണ്ണം ഒരുപാട് നിർത്താൻ പറ്റത്തില്ല, ഒത്തിരി നമ്മുടെ ഒരു പരിധിയിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഈ ഇപ്പം എല്ലാം ഓൺലൈനായിട്ടാണല്ലോ വിൽപ്പന നടക്കുന്നത്. അപ്പം നമ്മൾ വിൽക്കാൻ ഒരു പോസ്റ്റ് ഇടും, അത് കണ്ട് പലരും വിളിക്കുന്നതിൻ്റെ അകത്ത് അത്യാവശ്യക്കാർ കാണും, ആവശ്യമില്ലാത്തവർ കാണും, ഒരുപാട് ആൾക്കാരും കാണും. കൂടുതലും വില അറിയാൻ വേണ്ടി ആൾക്കാർ അങ്ങനെ വിളിക്കുന്നവരുണ്ട്. വില അറിയാനും പിന്നെ അവര് ഒരുപാട് കാര്യങ്ങൾ തിരക്കി ലാസ്റ്റ് ഇത് ഫോൺ വെച്ചേച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഒരു വീട്ടമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിയും കൊണ്ടിരിക്കുന്നതല്ല. ചിലപ്പോൾ നമുക്ക് ഈ വിളിക്കുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ചിലർ ഈ പുറത്തുനിന്ന് വിളിക്കുന്നവരുണ്ട്, അവർക്ക് മിക്കവാറും വാട്സപ്പ് അവൈലബിൾ ആവത്തില്ല, വിളിച്ച കോള് കിട്ടാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തൊക്കെ അവർ തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓടി വന്ന് എപ്പോഴും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ അവർ മെസ്സേജ് ഇട്ടാൽ അതിന് നമുക്ക് എപ്പോഴും റിപ്ലൈ കൊടുക്കാനും പറ്റുകയില്ല. കാരണം നമ്മൾ ഈ ഫോണിലോട്ട് കയറി കഴിഞ്ഞാൽ ഫോണിനൊരു കുഴപ്പമുണ്ട്, പിന്നെ 1 കണ്ട് 2 കണ്ട് നമ്മൾ അതുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് പോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ പണിയുള്ളവർക്ക് ആ പരിപാടി നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും എടുക്കാൻ പറ്റാതെയൊക്കെ പോകുന്നതും. പിന്നെ അത്യാവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇടുവാണെങ്കിൽ അവർക്ക് നമുക്ക് കാണുമ്പം റിപ്ലൈ കൊടുക്കാം. ചിലപ്പോൾ ചിലർക്ക് തിരിച്ച് കിട്ടിയെന്നും വരത്തില്ല കേട്ടോ. ചിലപ്പോൾ ആടില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പം നമുക്ക് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അന്നേരം പിന്നെ ഈ വില പറയുമ്പം ചിലർ, കാരണം നമുക്ക് ആടിന് നമ്മളൊരു വിലയിട്ടെന്ന് പറഞ്ഞാൽ അന്യായ വിലയല്ല. അപ്പം നമ്മൾ ഒരാടിനൊരു വിലയിടും, വിളിക്കുന്നവർ അവരുടെ മാന്യതയ്ക്ക് അവർ ചോദിക്കും എന്ത് വിലയ്ക്ക് കിട്ടും. അപ്പം നമ്മളൊരു വില പറയും, അവർക്ക് ഓക്കെ ആണെങ്കിൽ മേടിക്കാം, അല്ലേ വേണ്ട. ഇത് ചിലരുണ്ട് നമ്മളെ അവർ പഠിപ്പിച്ച് അപ്പം നമ്മൾ ലാസ്റ്റ് ഓർക്കും നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് അവരുടെ ആടിന് വില ചോദിച്ചതാണെന്ന് ആ രീതിക്ക് സംസാരിക്കുന്നവരുണ്ട്. ഉണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കർഷകൻ്റെ ഇപ്പം ഇപ്പം പല സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പരസ്യം കൂടുന്ന സോപ്പിന് വില കൂടുതൽ കാണും. അങ്ങനെ പലരും പല വില, അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനുള്ളത് മേടിച്ചാൽ മതിയല്ലോ, നമ്മൾ ആരെയും നിർബന്ധിക്കത്തില്ല എൻ്റെതിനെ മേടിച്ചേ പറ്റൂ.
നമ്മുടെ ഈ ആട് വിപണനത്തിൽ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇല്ലേ? ഉണ്ട് ഉണ്ട്. എനിക്കൊന്ന് കൂടുതൽ ഈ കച്ചവടക്കാർ ഇടനിലക്കാരൊക്കെ വിളിച്ചിട്ട് വില കുറച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമമൊക്കെ അങ്ങനെ നടത്തുന്നുണ്ടോ? ഉള്ളവർ കാണും. പക്ഷെ ചിലരുണ്ട് വളരെ മര്യാദയ്ക്ക് ആടിനെ ആവശ്യമുള്ളവർ വിളിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് ഈ വീടുകളിൽ വളർത്താൻ ആവശ്യപ്പെട്ട് വിളിക്കുന്നവരുണ്ട്. ആ അവർ നമ്മളോട് മാന്യമായിട്ട് ചോദിക്കും. പിന്നെ അവർക്ക് ഒക്കുന്നതാണെങ്കിൽ അവർ വരും, മേടിക്കും. പിന്നെ നമ്മൾ അന്നേരത്തെ ഒരു വിലയ്ക്ക് നമ്മൾ കൊടുക്കുകയും നമുക്ക് നഷ്ടമില്ലാത്തൊരു വിലയാണെങ്കിൽ നമ്മളത് കൊടുത്തിരിക്കും. അതെ. ചേച്ചി, ആട് വളർത്തുമ്പോഴേ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? ആട് വളർത്തലിൽ നമ്മൾ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാലും നമുക്ക് അനുഭവത്തിൽ വന്ന കുറച്ച് അസുഖങ്ങൾ, കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേണമെങ്കിൽ പറയാം. കാരണം ഇതുങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വരുന്നത് ഈ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ, ഈ പലകയുടെ ഇടയ്ക്കും അങ്ങനെ പോയി ഉണ്ടാകുന്ന മുറിവ്, അതൊക്കെ പിന്നെ നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പിന്നെ പഴുത്ത് പുഴുവാവുകയും നമുക്ക് കയ്യിൽ നിൽക്കാത്ത പരുവത്തിലൊക്കെ വരും. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രസവശേഷം വരുന്ന അകിട് വീക്കം ഉണ്ടാകുന്ന ആടുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പനി, ചെറിയ ചെറിയ പനികൾ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൈകാര്യം ചെയ്തു പോകാവുന്ന കേസുകളേ ഉള്ളൂ. എല്ലാം തുടക്കത്തിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നല്ലപോലെ ഇതെല്ലാം തിളപ്പിച്ച് വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ട് ഉപ്പുമൊക്കെ തിരുമ്മി കൊടുക്കുന്നതുകൊണ്ട് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആടിന് വളരെ പാടാണ്. പിന്നെ പ്രസവ സമയം നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം. അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ നോക്കാനായിട്ടുള്ളത്. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും, പിന്നെ കൈവിട്ട് പോകുന്ന കേസാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയുള്ളൂ. കാരണം ഇപ്പം ഞാനൊരു ലേഡി ആയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ അന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടന്നെന്ന് വരുമല്ലോ. അപ്പം നമ്മൾ ഡോക്ടറെ ചെന്ന് കൊണ്ടുവരേണ്ടി വരും. അപ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പം നമുക്ക് ആടിനെ കിട്ടിയെന്നും വരാം, കിട്ടിയില്ലെന്നും വരാം. മൃഗാശുപത്രി എന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? മൃഗാശുപത്രിയിൽ ഇപ്പം 2 തരത്തിലുണ്ട്. നമ്മൾ ഇന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞായിരുന്നു ചിലർ മോശമായ അനുഭവങ്ങളുണ്ടെന്ന്. അപ്പം അതിന് ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ചിലർക്ക് ഉണ്ട്, ചിലർക്ക് കുഴപ്പമില്ല. പക്ഷേ ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. ഡോക്ടർമാർക്കും മൃഗസ്നേഹം ഉള്ളവരാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു ആടിനൊരു അസുഖമായിട്ട് ചെല്ലുവാണെങ്കിൽ അതിൻ്റെ വിവരം എന്താണെന്നറിയാനാണ് നമ്മൾ ചെല്ലുന്നത്. അവർക്ക് ഓൾറെഡി അറിയാം ഇന്ന സംഭവങ്ങളാണ്. പക്ഷേ ഒരു തുടക്ക കർഷകൻ അതിനെക്കുറിച്ച് അറിയണമെന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൃത്യമായിട്ടൊരു വിവരം നമുക്ക് പറഞ്ഞു തരുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളത് വരാതെ നോക്കും. അല്ലെങ്കിൽ അവരത് പറയുകയാണ്, ഇപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ആടിന് ഇത് വന്നേ, ആ ആടിന് പല പല അസുഖങ്ങൾ അങ്ങനെ ഉണ്ടാകും എന്നൊരു മറുപടി നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തൃപ്തികരമാവത്തില്ല. അപ്പം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ കുഴപ്പമില്ല. അത് സ്ത്രീകൾക്ക് ഇതൊക്കെയാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഈ കൊണ്ടുപോകുന്നത് ഇത്തിരി പാടുള്ള കാര്യമാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ചിലവിലുള്ള രീതിക്കല്ല പണിതിരിക്കുന്നത്. പന കീറിയെടുത്തേച്ച് അതിൻ്റെ തടിയായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൈഡ് മാത്രം ഇതുപോലെ നെറ്റടിച്ച് കൊടുത്തതേ ഉള്ളത്. ഈ പട്ടിക അടിക്കുമ്പോൾ എപ്പോഴും അത് ചെലവ് ചുരുക്കിയുള്ളൊരു കൂടുകളാണ്, ചിലവ് ചുരുക്കിയാണ് കൂട് പണിതിരിക്കുന്നത്. പിന്നെ ആദ്യം നമ്മൾ ഏത് കൂടാണേലും പണിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ചിലവ് നമുക്ക് വരും. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കൂടുതൽ അതിലേക്ക് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ കൂട് പണിയുമ്പം നമുക്ക് മെനക്കേട് ഇച്ചിരിയും കൂടെ കൂടുതലാണ്. കാരണം എപ്പോഴും നമ്മൾ കഷ്ടപ്പാട് കൂടും. മറ്റേ ഹൈടെക് കൂട് പണിയുന്നവർക്ക് അത്രയും മെനക്കേട് വരത്തില്ല. അപ്പം ചിലവ് കൂടുതലാന്നേ ഉള്ളൂ. അതെ, അല്ല തുടക്കത്തിൽ ആട് വളർത്തൽ പഠിക്കുന്നവരൊക്കെ ഹൈടെക് കൂടുകൾ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അതിന് തന്നെ പരാജയം നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെലവ് ചുരുങ്ങിയ കൂടുകളിൽ പഠിച്ചിട്ട് ഹൈടെക്കിലേക്ക് മാറുക. കാരണം നമ്മൾ നിലനിർത്തുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. അതെ അതെ അതെ, പഠിച്ചു കഴിയുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേ പലരും നിർത്തിയിട്ട് പോകുന്നുണ്ട്. ഉണ്ട്. കാരണം പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ആശുപത്രി സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് മാറി നിൽക്കേണ്ടിയൊക്കെ വരുമല്ലോ. ആ സമയത്ത് നമുക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ എന്തായാലും എണ്ണത്തിൽ കൂടുതലൊക്കെ വളർത്തുമ്പോൾ നമുക്ക് അത് ഒത്തിരി അങ്ങ് നടത്തിക്കൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പരിമിതമായ രീതിയിലൊക്കെ നമുക്ക് വളർത്തിയെടുക്കാം. മറ്റേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങനെ എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നോക്കാൻ പ്രത്യേക ആളെ ആവശ്യം വരും. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പം ഇത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, പ്രചോദനത്തിന് വിളിക്കുന്നവരുണ്ട്, പിന്നെ നമുക്ക് സംശയങ്ങൾ ചോദിക്കാൻ വിളിക്കുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. പക്ഷേ സമയമുണ്ടെങ്കിലേ നമ്മൾ ഇതിൻ്റെയൊക്കെ കോൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ.
പിന്നെ ആടിനെ ആവശ്യപ്പെട്ട് വിളിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ദൈവത്തെ ഓർത്ത് നിങ്ങൾ മേടിക്കാനോ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവുള്ളൂ. കാരണം നമ്മൾ പോസ്റ്റ് ഇടുമ്പോൾ ഒരു വില നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മളിടുന്ന വില എന്ന് പറയുമ്പോൾ നമുക്കൊരാടിനെ നമ്മൾ വളർത്തുമ്പം നന്നായിട്ട് കഷ്ടപ്പാടും ചിലവും കൊടുത്ത് തന്നെ നമ്മൾ വളർത്തുന്നത്. ഇപ്പം വിളിക്കുന്നവരോർക്കും നമ്മൾ വെറുതെ ഇത് പൊട്ടിമുളച്ച് വരത്തില്ല, നന്നായിട്ട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ആട് വളരത്തുള്ളൂ. അപ്പം നമ്മൾ വിലയിട്ടു, മാന്യമായ രീതിയിൽ അവർക്ക് ചോദിക്കാം എന്ത് വിലയ്ക്ക് കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ വില പറയും. നിങ്ങൾക്കത് താല്പര്യമാണെങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുക. വെറുതെ സമയം കളയാനായിട്ട് വിളിക്കുന്നവരുണ്ട്. വെറുതെ സമയം കളയാനായിട്ടും ഇത് വില ചോദിക്കാനായിട്ടും നമ്മുടെ മൊത്തം വിവരണം കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ വിളിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ വിവരങ്ങളൊക്കെ കിട്ടത്തല്ലേ. ഇതങ്ങനെയല്ല, അല്ലാതെ വിളിക്കുന്നവരും ഉണ്ട്. അവസാനം തർക്കിച്ച് നമ്മളോട് ഇന്ന വില, അയ്യോ ഇങ്ങനെയാണോ വില, അങ്ങനെ വിലയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോരാടിന് ഓരോ വിലയിടുന്നത്. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. നമുക്കങ്ങനെ നിർബന്ധമൊന്നും നമ്മൾ പറയുന്നില്ലല്ലോ, എൻ്റെ ആടിനെ നിങ്ങൾ മേടിച്ചേ പറ്റൂ, അങ്ങനെ നമുക്ക് നിർബന്ധമില്ല. നിങ്ങൾക്ക് വില ഓക്കെയാണ്, നിങ്ങൾക്ക് നഷ്ടമില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ മേടിച്ചാൽ മതി. അതായത് നമുക്ക് പരാതിയും പരിഭവവും ഒന്നും ആരോടും ഇല്ല. അപ്പോൾ കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരിയിൽ അല്ലേ? കോട്ടയത്ത് നട്ടാശ്ശേരിയിലാണ് സ്ഥലം. അതും പലർക്കും പ്രശ്നമാണ്. വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ വീണ്ടും സ്ഥലം എവിടെയാണ്. അപ്പൊ കോട്ടയത്തുനിന്ന് പ്രോപ്പർ കോട്ടയം ജംഗ്ഷനിൽ നിന്ന് എനിക്കൊന്നൊരു 2 കിലോമീറ്റർ 2.5-3 കിലോമീറ്റർ അത്ര വീട്ടിലേക്ക് വരാനായിട്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ വശത്തൂടെ ഓരോ വണ്ടികളൊക്കെ പോകുന്നത് കാണുമല്ലോ. അങ്ങനെയുള്ള വണ്ടി നമ്മുടെ ഇതിലും പോകുന്നതാണെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് അവൈലബിളാണ്. പിന്നെ ഏറ്റവും നല്ലത് വന്നു നോക്കി മേടിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെ നമ്മൾ ഹൈറ്റ് പറയണം, വെയിറ്റ് പറയണം, ഇതൊന്നും നമുക്ക് നടക്കുന്ന കാര്യങ്ങളല്ല. ചിലപ്പോൾ പ്രോപ്പർ വെയിറ്റ് വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇവിടെ ഞാൻ തൂക്കുന്നില്ല, അങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. അപ്പം വന്ന് കണ്ടാൽ മേടിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്.